നമസ്കാരം. മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ, നിന്നെ വിളിക്കാൻ മറ്റു പേരുകളില്ലെങ്കിൽ നിന്നെ ഞാൻ ചെകുത്താൻ എന്ന് വിളിക്കട്ടെ. ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരന്മാരിൽ ഒരാളായ വില്യം ഷേക്സ്പിയറുടെ വാക്കുകളാണിവ. മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ദുർഭൂതം ഇന്ന് നമ്മുടെ ലോകത്തെയും പ്രപഞ്ചത്തെയും ആകമാനം തന്നെ കീഴടക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രായഭേദമന്യേ സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാം തന്നെ ലഹരിയുടെ ഉപയോഗം അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. 1989 മുതൽ എല്ലാ വർഷവും ജൂൺ 26 നാം ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. കറുപ്പ് യുദ്ധത്തിന്റെ അനുസ്മരണാർത്ഥം തുടങ്ങിയിട്ടുള്ള ആ ദിനാചരണം ഇന്ന് മറ്റെന്തിനേക്കാളുമേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും അനധികൃത കടത്തലിനുമെതിരെയാണ് എല്ലാ വർഷവും ജൂൺ 26 നാം ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. അമിതമായ ലഹരി ഉപയോഗത്തിൽ നിന്നും യുവജനതയെ ഉണർത്തുക എന്നുള്ളതാണ് ഈ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. എന്താണ് ലഹരി? എന്തിനോടുമുള്ള ആസക്തിയാണ് ലഹരി. ഒരു വസ്തു ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയാൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന ശക്തമായ തോന്നൽ നമ്മിൽ ഉണ്ടാക്കുന്ന ആ അനുഭൂതിയെയാണ് നാം ലഹരി എന്ന് വിശേഷിപ്പിക്കുന്നത്. ലഹരി രണ്ടു തരത്തിലുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുകയും ഉയരങ്ങൾ കീഴടക്കാൻ നമ്മെ സഹായിക്കുന്നതുമായിട്ടുള്ള ലഹരിയാണ്. വായന, ശാസ്ത്രം, കലകൾ, പഠനങ്ങൾ എന്നിവയൊക്കെയാണ് ആ ലഹരിയിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തേത് മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പ്രകൃതിജന്യമോ കൃത്രിമമോ ആയി നിർമ്മിച്ചെടുക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ്. അത്തരം ലഹരി വസ്തുക്കളാണ് നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടത്. ലഹരി എന്നുള്ള നിർവചനത്തിന് പോലും കോട്ടം തട്ടുന്ന രീതിയിൽ ഇന്ന് പല രൂപത്തിലും ഭാവത്തിലുമാണ് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ, ഇത്തരത്തിലുള്ള രാസലഹരികൾ നമ്മുടെ വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഏറെ കരുതലോടും ശ്രദ്ധയോടും കൂടി നാം സ്വയം കരുതേണ്ട ഒരു കാലഘട്ടമാണിത്. എന്താണ് പലരെയും ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുന്നത്? ലഹരി ഉപയോഗത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നാം ചികഞ്ഞെടുക്കുകയാണെങ്കിൽ പരീക്ഷകളിലെ തോൽവിയും മാനസിക പ്രശ്നങ്ങളും ജീവിത പ്രശ്നങ്ങളും മറ്റു കുടുംബ വഴക്കുകളും കൂട്ടുകാരുടെയൊക്കെ നിർബന്ധവും മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളും ഒക്കെ അവയിൽ ഉൾപ്പെടുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ലഹരി ഉപയോഗിച്ച് നോക്കണമെന്നുള്ള അത്യാകാംക്ഷ പോലും പലരെയും ലഹരിയുടെ ഉപയോഗത്തിലേക്ക് നയിക്കുന്നു. ഇതിനെല്ലാം പുറമെ എടുത്തു പറയേണ്ടത് മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളാണ്. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ലഹരിയുടെ അടിമത്തത്തിലേക്ക് പോകുന്നവരും ഈ കാലഘട്ടത്തിൽ ഏറെയാണ്. പോരാടി ജയിക്കേണ്ടവയാണ് ജീവിത പ്രശ്നങ്ങൾ. എന്നാൽ ഈ ലഹരിക്ക് അടിമപ്പെടുന്നവർ ആ ജീവിത പ്രശ്നങ്ങൾക്ക് മുൻപിൽ സ്വയം തോൽവി സമ്മതിച്ച് സ്വയം ഭീരുക്കളായി പിന്മാറുകയാണ് എന്ന് അവർ പോലും മനസ്സിലാക്കുന്നില്ല. ഇന്ന് ലഹരിയുടെ ഉപയോഗം ഏറ്റവും അധികം സ്വാധീനിച്ചിരിക്കുന്നത് ഇന്നത്തെ യുവതലമുറയെയാണ്. കാലിനടിയിലെ ചുവപ്പുമാറാത്ത കുഞ്ഞിന്റെ ചുണ്ടിനടിയിൽ പോലും ലഹരിയുടെ കറുത്ത കഷ്ണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ലഹരി ദുരന്തത്തെക്കുറിച്ച് കൃത്യമായ അവബോധം ഇല്ലാത്തതാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരാനുള്ള ഒരു പ്രധാന കാരണം. കുട്ടികളുടെ ആദ്യത്തെ പാഠശാല വീടുകളാണ്. ആദ്യത്തെ അധ്യാപകരാകട്ടെ മാതാപിതാക്കളും. എന്നാൽ ഇന്നത്തെ യന്ത്രവൽകൃത ലോകത്ത് പലവിധ തിരക്കുകളിലും പെട്ട് മാതാപിതാക്കൾ പല സമൂഹ മാധ്യമ ലോകങ്ങളിലെല്ലാം അഭിരമിക്കുമ്പോൾ കുട്ടികൾ ലഹരിയുടെ വഴിയെ നടക്കുന്നു. കുട്ടികളെ മാത്രം ഇതിൽ നമുക്ക് പ്രതി ചേർക്കാനായി സാധിക്കുകയില്ല. അതിനാൽ തന്നെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തലമുറയെ നമുക്ക് ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും കരകയറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ലഹരിയുടെ നീരാളി കൈകളിൽ നിന്നും അവരെ സംരക്ഷിക്കുവാൻ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും കൂട്ടായ ഉത്തരവാദിത്തം അനിവാര്യമാണ്. ലക്ഷ്യബോധമുള്ള പൗരബോധമുള്ള പൗരന്മാരാക്കി അവരെ മാറ്റിയെടുക്കേണ്ടതാണ് ഇന്നത്തെ മുതിർന്നവരുടെ ഉത്തരവാദിത്തം. അതിന് ഞാൻ ആദ്യം ലഹരി ഉപയോഗിക്കില്ല എന്നാണ് ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യുന്നത്. ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നാം ആരും ലഹരിയുടെ വഴിയെ നടക്കുകയില്ല. ജീവിതമാകണം ലഹരി. ജീവിതത്തോളം ലഹരി മറ്റൊന്നിലുമില്ല എന്ന് നാം മനസ്സിലാക്കണം. ലഹരിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത് ആ വസ്തു തന്നെയാണ് നിങ്ങളുടെ ആയുസ് നിർണ്ണയിക്കുന്നത്. തെരുവോരങ്ങളിൽ ഇന്നത്തെ യുവതലമുറ കുടിച്ചും വലിച്ചും കുത്തിവെച്ചും എല്ലാം തങ്ങളുടെ ചിതലരിച്ച സ്വപ്നങ്ങളുമായി സ്വയം മറന്ന് സ്വന്തം കുടുംബാംഗങ്ങളെ പോലും മറന്ന് കഴിച്ചുകൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലെ ഈ സൗഭാഗ്യങ്ങളെല്ലാം നാം സ്വയം കളഞ്ഞു കുളിക്കുകയാണ് എന്നുള്ളതാണ്. ജീവിതത്തോളം ലഹരി മറ്റൊന്നിലുമില്ല എന്നുള്ള തിരിച്ചറിവാണ് നാം ആദ്യം നേടേണ്ടത്. ഞാൻ ആദ്യം ലഹരി ഉപയോഗിക്കില്ല എന്ന് സ്വയം പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ലഹരിക്ക് അടിമപ്പെട്ടവരുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി മാറി ആ ലഹരി കയത്തിൽ നിന്ന് മോചനം നേടാൻ അവരെ നമുക്ക് സഹായിക്കാം. ജീവിതമാണ് ലഹരി എന്ന് അവരെയും നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാം. തെറ്റ് ചെയ്യില്ല എന്നുള്ള പ്രതിജ്ഞ തന്നെയാണ് ഏറ്റവും വലിയ പ്രായശ്ചിതം എന്നുള്ള മഹാത്മജിയുടെ വരികൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓർക്കാം. ഏതൊരു പരിശുദ്ധനും ഒരു മോശം കാലം ഉള്ളതുപോലെ ഏതൊരു പാപിക്കും ഒരു നല്ല കാലമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ലഹരി മുക്തമായിട്ടുള്ള സമൂഹം പടുത്തുയർത്താൻ സാധിക്കുമെന്നുള്ള
ശക്തമായ പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി.